പോയി കാറ്. ആളെന്നോ അതിനകത്ത് വെച്ച് മരിച്ചു. അതിനകത്ത് വെച്ച് മരിച്ചോ? ഇന്നലെ തപ്പിയെടുക്കലായിരുന്നു. അവരാ ഒമാനികളാന്നോ? ഒമാനിയ വിദേശികൾ. എന്തോരം ടയോട്ട ഷോറൂമാണ് കണ്ടത്. കംപ്ലീറ്റ് മണ്ണിന്റെ മലയില്ലേ, മണ്ണ് വന്നിട്ട് മലയിലാണ് മലയായി കംപ്ലീറ്റ് മൂടിപ്പോയി എല്ലാം. അപ്പൊ നിങ്ങൾക്ക് അതൊരു അത്ഭുതമാണ്. ഇത് ഒരിക്കലും ഇങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല, സിനിമയിലും കൂടി കണ്ടിട്ടുണ്ടാവില്ല. അത്രയും പുതിയ വണ്ടികളെല്ലാം ടീപ്പറും എന്തൊക്കെ കാണിച്ചിട്ടേക്കണ. അതിന്റെ അടുത്ത് ഞാൻ ഇന്നലെ വൈകിട്ട് പോയി കണ്ട. എന്നാലും എന്തൊന്നും കാണാൻ വെച്ചിട്ട് പിടിച്ചെടുത്ത് നിങ്ങൾ ക്യാമറ പിടിച്ചാ ഞങ്ങള് ഭയങ്കര ആശയാണ്. ഞങ്ങൾക്ക് പോകാൻ നോക്കത്തില്ല. നിങ്ങൾക്കൊന്നും പിടിക്കാൻ പറ്റിയില്ലേ? വല്ല പിടിച്ചെങ്കിലേ രക്ഷയുള്ളൂ. എന്താന്നറിയാ ഞാൻ പറഞ്ഞത്, ഇത് പിടിച്ചെങ്കിലേ ഉള്ളൂ കാണാനായിട്ട്. ഈ ഒമാനിൽ വന്നതിൽ ഏറ്റവും സൂപ്പറായിട്ട് നിൽക്കണ കാര്യങ്ങളാണ് ഇത്രയും ഇതിൽ. അതെ, ഈ മണലെങ്ങനെ വന്ന് കയറി എന്നുള്ളതാണ്. മണല് അതായത് ശരിക്കും ഈ മണൽ ഇതില്ലേ, പുഴിമണല് മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കൂലേ, അതേപോലത്തെ മണലെങ്ങനെ വന്ന് കാറൊക്കെ അതിന്റെ ഉള്ളിൽ മൂടിപ്പോയി. അതായത് ഒരു കാറിന്റെ ഉള്ളില് നിറച്ച് മണ്ണ് അങ്ങോട്ട് നിറഞ്ഞേക്കുന്നു. വലിയ വലിയ കാറിന്റെ ഉള്ളില് മണ്ണ്. ഇന്നലെ ചെന്നപ്പോ ഒന്നും പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അത് അവിടെ വഴിയില്ല. അതെന്നെ ബ്ലോക്ക് ചെയ്യാൻ കാരണം ആൾക്കാർ വന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ആ വഴിയില്ല. ഒരു കണക്കിന് ഇതങ്ങോട്ട് കടന്നു കിട്ടിയാൽ പിന്നെ നടക്കാനുള്ളൂ. ഇതങ്ങോട്ട് കടന്നു കിട്ടിയാൽ പിന്നെ നടക്കാനുള്ളൂ. ഓടി ഇത് ചാടി കയറും. ഈ റണ്ണിങ് ബസ് കയറത്തില്ല അതുപോലെ. എന്തൊരു ശോഭനല്ലോ. വേറെ എഴുത്തിനെ പിടിച്ചതുകൊണ്ട് ബൈ തോണ്ട് വേറെ എഴുത്തിനെ പിടിച്ചു. അതുകൊണ്ട് എക്കോട്ടെ സൈഡില് ആളെ കിട്ടി. ഇന്ന് വായി മിക്കാറ് അടി കൊണ്ടിട്ട് അവിടുന്ന് പോകത്തുള്ളൂ. നിനക്ക് സുഖം ഉണ്ടല്ലോടാ. മലയാളം അറിയാതെ പോലീസിന് നല്ല സുഖം അല്ലോടാ. ഞാനത് ചോദിച്ചു, 2 ഉണ്ടോന്ന്. 2 എത്ര ഉണ്ടെന്ന് മതിയാവത്തില്ലെന്ന്. ശബരി ലക്ഷ്യമാക്കിയോട്ട് വരുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. ഇപ്പൊ മിക്കാറില്ലയോ ശബരി ഓടി വരുന്നു. പറഞ്ഞില്ലയോ കാലൊന്ന് പുറത്തേക്കാൻ പറ്റില്ല. ഇവൻ രക്ഷപ്പെടും കേട്ടോ. ഇവൻ എവിടെ പോയി രക്ഷപ്പെടും കേട്ടോ. മമ്മൂടി ഇന്റർവ്യൂ എടുത്തിരിക്കോ? മമ്മൂടി ഇതിന് ഇത്ര എത്തിയുള്ളൂ. എന്റെ ഭായി ഞാൻ പറയട്ടെ, ഇവൻ എങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്? കൊണ്ടുപോകാൻ എടുത്തിട്ടോ മിക്കാറ് ഈ ഷാവിൽ നടക്കും നിന്ന് പോകണം. പായി ആദ്യം വിളിയിരിപ്പം. ഈ ശബരം നിൽക്കത്തില്ല. അവന് സന്തോഷം. വണ്ടി കേട്ടാൻ പറ്റും. ചോദിക്കും ക്യാമറ പിടിച്ചിട്ടാവും. പിന്നെ ക്യാമറ കാണത്തില്ല, അവൻ അതുകൊണ്ട് പോകും. ഷാൽ ഡ്രൈവറോട് പറയും, ഏഷ്യാനെറ്റ് വരാട്ടോ. ഹമാര ദേശ് കാ ബഡാ ടിവി ഹൈ. അത് ഫുള്ളാളായി നോക്കി. ഷാലിനെ നമ്മളെ കാണാൻ പുറത്തോട്ട് പോകണ്ടായിരുന്നു. നമ്മൾ ഷട്ടടിക്കാൻ പൈസ വാങ്ങിക്കുന്നു തോന്നുന്നു. പോയില്ല കമ്പനിക്കോ. ഷവന്നിട്ട് പേടിക്കുന്നില്ല പാനെ. അവിടെ വണ്ടി കിടക്കുന്നു. അത് വണ്ടി അവിടെ ഇറങ്ങിയതാ. ആ വണ്ടി പോകാൻ പറ്റില്ല. ഇവർ ഇറങ്ങിയാലേ ഓളം ഓടിച്ചാ വണ്ടി വിളിച്ചു. മുസോ സാങ്യോ വരണ്ടാന്ന്. ഭായി അങ്ങ് സന്തോഷിച്ചങ്ങ് എനിക്ക് വയ്യ എന്നിട്ടത് വിചാരിച്ച കേട്ടോ. പാവം ഇന്ന് വൈകിട്ട് പോയി ടി വി മുമ്പിൽ കുത്തിരിപ്പായിരിക്കും. വന്നിട്ട് നെറ്റ് വരുമല്ലോ.